സാന്ദ്രയെ പോലെ പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിൽക്കേണ്ടി വന്നേനെ എനിക്കും. സാന്ദ്ര പറഞ്ഞ പോലെയാണെങ്കി എനിക്ക് ഓന്തിനെ പോലെ നിറം മാറാനുള്ള കഴിവ് തന്നപ്പോ ദൈവം സാന്ദ്രയ്ക്ക് തന്നത് അരണയുടെ ബുദ്ധിയാ. അതാണ് നടന്നതൊക്കെ മറന്ന് സാന്ദ്ര ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ. ഉറങ്ങാനുള്ള സമയമായിട്ടും ഞാൻ ഉറങ്ങാതെ ഓന്തിനെ കുറിച്ചും അരണയെക്കുറിച്ചും ഒക്കെ വേദാന്തം പറയുന്നത് എന്തിനാവും എന്ന് ആലോചിക്കുകയാണോ സാന്ദ്ര? എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല മാഡം. കാരണം ആർക്കും പ്രയോജനമില്ലാത്ത അല്ലെങ്കിൽ മാഡത്തിന് മാത്രം പ്രയോജനമുള്ള ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യാനുള്ള എന്തോ ഒരു കാര്യം മാഡത്തിന് എന്നോട് പറയാനുണ്ട്. അതിനെന്റെ സഹായം വേണം. അതല്ലേ മാഡം ശരി? സോറി സാന്ദ്ര, യു മിസ്റ്റേക്ക്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് സാന്ദ്രയുടെ സഹായം ആവശ്യമില്ല. കാരണം ഞാൻ തന്നെയാണ് ഇതിന് സാക്ഷി. ഒരുപാട് വലിച്ചു നീട്ടാതെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ലാഭിക്കായിരുന്നു. ശരി, എങ്കിൽ പറയാം. ബ്രദർ ഇൻ ലോയുടെ ഈ സീക്രട്ട് റൂമിനെ കുറിച്ച് എന്താണ് സാന്ദ്രയ്ക്ക് അറിയാവുന്നത്? ഒന്ന് പറഞ്ഞേ, ഞാൻ കേക്കട്ടെ. എനിക്ക് ഈ റൂമിനെ കുറിച്ച് ഒരു അറിവുമില്ല മാഡം. എന്തിന്? മാഡത്തിന് അറിയാവുന്ന അറിവുകൾ പോലും എനിക്കില്ല. എനിക്കറിയാവുന്നത് ആ റൂം ബ്രദർ ഇൻ ലോയുടെ മരിച്ചുപോയ മുൻ ഭാര്യയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന റൂമാണെന്നും അമിതമായ വിഷമം വരുമ്പോ അല്ലെങ്കിൽ രണ്ടിലൊന്നെന്ന തീരുമാനത്തിന് മാത്രം ബ്രദർ ഇൻ ലോ ആശ്രയിക്കുന്ന റൂമായിട്ടായിരുന്നു ശ്രീലക്ഷ്മി ഈ കുടുംബത്തിൽ വരുന്നത് വരെ. പക്ഷേ ശ്രീലക്ഷ്മി വന്നതിന് ശേഷം ആ റൂം അവളുടെ കൂടെ സ്വന്തമാണെന്നുള്ള ധാരണയില ഇപ്പൊ അവിടെ നടക്കുന്നത്. അങ്ങനെ ഒരു ധാരണ ശ്രീലക്ഷ്മി മാഡത്തിന് ഉണ്ടെങ്കിൽ തന്നെ അതിലെന്താ മാഡം തെറ്റ്? ചിലപ്പോ രവി സാറ് പെർമിഷൻ കൊടുത്തു കാണും. അങ്ങനെ അല്ലെങ്കിൽ തന്നെ രവി സാറിന്റേതെന്ന് പറയുന്നതെല്ലാം ഇനി ശ്രീലക്ഷ്മി മാഡത്തിന്റെ കൂടിയല്ലേ? പിന്നെ എങ്ങനെ അതൊരു ധാരണാ പിശകാവും? അവകാശമല്ലേ അത്? ഈ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടാണോ ആ അവകാശബോധം ഉണ്ടാവേണ്ടത്? മാഡം, എനിക്ക് മനസ്സിലായില്ല. ആരും കാണാതെ അറിയാതെ ഒളിച്ചും പാത്തുമാണ് ശ്രീലക്ഷ്മി ആ റൂമിലേക്ക് പോകുന്നത്. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന രാജതന്ത്രിയുടെ ആഭരണങ്ങൾ ആ മുറിയിലുള്ളപ്പോ പാതിരാത്രിയും ഈ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോഴും ഒളിച്ചു പര്യടനം നടത്തുന്നത് എന്തോ ലക്ഷ്യം വെച്ചിട്ടാണെന്ന് എനിക്ക് തോന്നിയാ സാന്ദ്രയ്ക്ക് എന്നെ കുറ്റം പറയാൻ പറ്റോ? പറ്റും. ശ്രീലക്ഷ്മി മാഡത്തെക്കുറിച്ച് രേഖ മാഡത്തിന് അറിയാത്തത് കൊണ്ടാ ഈ സംശയം തന്നെ ഉണ്ടാവാൻ കാരണം. മാഡം പറയുന്ന പോലെ ഒരുപാട് ആഭരണങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ അല്ല അവര്. പിന്നെ ബ്രദർ ഇൻ ലോയെ പോലെ സമാധാനത്തിന് വേണ്ടി അവിടെ പോയി ഇരിക്കുന്നു എന്നാണോ സാന്ദ്ര പറഞ്ഞു വരുന്നത്? അതോ അതിനകത്ത് അവൾ ഉല്ലാസയാത്ര പോവാണോ ഇടയ്ക്കിടയ്ക്ക്? ഈ വീട്ടിൽ ആരും അറിയാതെ അവൾ അകത്തേക്ക് കയറി പോകുന്നതും വരുന്നതും ഞാൻ കണ്ടു. അതാണ് ഞാൻ നേരത്തെ സാക്ഷി എന്ന് പറഞ്ഞത്. മാഡം ഈ പറയുന്നത് സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇതിവിടെ ആരെങ്കിലും വിശ്വസിക്കൂ? പ്രത്യേകിച്ചും മാഡം പറയുമ്പോ. വിശ്വസിക്കും. പറയാനല്ല ഞാൻ പോകുന്നത്, കാണിക്കാനാ. കാണുന്നതിനപ്പുറം ഒരു തെളിവില്ലെന്നല്ലേ പറയുന്നത്? മാഡം എന്താ കാണിക്കാൻ പോകുന്നത്? എല്ലാം കൂടി ഒരുമിച്ച് ഞാനങ്ങ് പറഞ്ഞു തീർത്താ കാണുന്നൊരു സുഖം പോയില്ലേ സാന്ദ്ര? ഇപ്പൊ സാന്ദ്രയ്ക്കുള്ള സംശയം ഞാൻ തീർക്കുന്നൊരു ദിവസം വരും. അന്ന് എല്ലാവരോടൊപ്പം സാന്ദ്ര ഉണ്ടാവണം, അത് കണ്ട് കൈയടിക്കാൻ. അന്ന് പൊളി ശ്രീലക്ഷ്മിയുടെ സഞ്ചാര കഥ. മാഡം മാഡം ഈ പറയുന്നത് സ്വന്തം അനിയത്തിയായി കണ്ട് സ്നേഹിക്കേണ്ട ഒരു പെൺകുട്ടിയെക്കുറിച്ചാ. എന്തെങ്കിലും ഈഗോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? നോ കോംപ്രമൈസ്. എന്താ ഞാൻ പറയുന്നതൊക്കെ കേട്ട് സാന്ദ്ര ഞെട്ടിന്ന് തോന്നുന്നു? ഞെട്ടലൊന്നും അല്ല മാഡം. മാഡം ചെയ്യാൻ പോകുന്നത് ശരിയല്ല എന്ന എന്റെ തിരിച്ചറിവ്.
ശ്രീലക്ഷ്മി മാഡത്തെ രവി സാറിനെ കൊണ്ട് കെട്ടിക്കാൻ മുന്നിൽ നിന്ന ആളാണ് രേഖ മാഡം. പെട്ടെന്ന് ഇത്രയും ശത്രുത തോന്നാൻ അത്ര വലിയ കാരണങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. ഇപ്പൊ ഈ ചെയ്യുന്നതൊക്കെ ശരിയല്ലെന്നാ എന്റെ പക്ഷം. സാന്ദ്ര കണ്ടിട്ടില്ല, ശരിയാണ്. എനിക്കൊപ്പോൾ ഒരു ശത്രുവൊന്നും അല്ല ശ്രീലക്ഷ്മി. ആവശ്യമില്ലാത്ത പരിഗണന കൊടുത്ത് അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച എന്റെ അമ്മായിയമ്മ അടക്കം പ്രതികളാണ് അവളുടെ കേസിൽ. ഏത് മരുന്നും ആവശ്യത്തിന് ഇഞ്ചക്ട് ചെയ്യാവൂ. കൂടിപ്പോയ പ്രശ്നമാണ് സാന്ദ്ര. ഇന്നലെ കയറി വന്ന അവൾക്ക് എന്റെ തലയ്ക്ക് മുകളിൽ ഒരു സിംഹാസനം ഇട്ടുകൊടുത്തു. അതവളെ എളുപ്പമായി കണ്ട് അവിടെ കയറിങ്ങിയിരുന്നു. ആ സിംഹാസനം എന്റെ തലയ്ക്ക് മുകളിലായതുകൊണ്ട് എനിക്ക് അവളെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് വിടാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സാന്ദ്രയുടെ അടുത്ത് പറയുന്നത് സാന്ദ്ര എന്റെ ഭയങ്കര ഫ്രണ്ട് ആയതുകൊണ്ടൊന്നുമല്ല, അഭിപ്രായം അറിയാനുമല്ല. ഇനി അഥവാ സാന്ദ്രയ്ക്ക് ഇത് ശ്രീലക്ഷ്മിയോട് പറയണമെന്ന് തോന്നിയ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തന്നെ. അപ്പൊ ഗുഡ് നൈറ്റ് സാന്ദ്ര. അതെ, രാത്രിയിൽ ഈ വീടിന്റെ അകത്തും പരിസരത്തും കറങ്ങി നടക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. മാടനും മറുതയൊക്കെ ഈ വീട്ടിൽ തന്നെയുണ്ട്. അവരുടെ വരുത്തുപോക്ക് സമയത്ത് വഴിയിലൊന്നും സാന്ദ്ര കയറി നിന്നേക്കരുത്. മറുത ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. സാന്ദ്രയ്ക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരെ നേരിട്ട് കാണാം. അച്ഛനാണല്ലോ. ഈ സമയത്ത് എന്തിനായിരിക്കും വിളിക്കുന്നത്? ഹലോ അച്ഛാ. മോളെ ശ്രീലക്ഷ്മി, മോള് കിടന്നോ? ഇല്ല അച്ഛാ, അച്ഛൻ പറഞ്ഞോളൂ. വേറൊന്നുമല്ല മോളെ, ടിവിയില് മോളുടെ പരസ്യത്തിന്റെ ഫോട്ടോ കണ്ടു. അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷായി. എല്ലാം അച്ഛന്റെ അമ്മയുടെയും പ്രാർത്ഥനയുടെയും കൂടി ഫലം. മോളുടെ ഫോട്ടോ കണ്ടപ്പോഴേ മോളുടെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി, അതുകൊണ്ട് അച്ഛൻ വിളിച്ചത്. ഞാൻ അമ്മയുടെ കൈ കൊടുക്കാട്ടോ. മോളെ, അച്ഛൻ പറഞ്ഞതുപോലെ മോളുടെ ഫോട്ടോ കണ്ടു, അടിപൊളിയായിട്ടുണ്ട്. മോൾക്ക് സുഖല്ലേ? ആമേ. എന്നാ സമയം ഒരുപാടായി, മോള് കിടന്നോ. ഞങ്ങൾ നാളെയോ മറ്റന്നാളോ വിളിക്കാം. ശരി അമ്മേ. ഫോൺ സൈലന്റ് മോഡിലിടാം, അല്ലെങ്കിൽ ഇനി ആരെങ്കിലും വിളിച്ചാൽ ഇറങ്ങിയ കാര്യം മുടക്കം വരും.
പാതിരാത്രിയിൽ ഇവിടെ എങ്ങോട്ടാ? ഇനി രേഖ മാഡം പറഞ്ഞതൊക്കെ ശരിയായിരിക്കും. മാഡം അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പാടില്ലാത്ത എന്തോ ഒരു കാഴ്ച മാഡം കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ എന്ത് ചെയ്യും? അത് ഒറ്റയ്ക്ക്